നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും 1.5 പതിറ്റാണ്ടിലധികം കാലമായിട്ട് ഫുട്ബോൾ ലോകം അടക്കി ഭരിക്കുകയും പലവിധ റെക്കോർഡുകൾ തകർത്തെറിയുകയും ചെയ്തവരാണ്. അവരുടെ കരിയർ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. സ്വാഭാവികമായിട്ടും അവരുമായി ചുറ്റിപ്പറ്റിയുള്ള വീരകഥകളും അപദാനങ്ങളുമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആരാധകർ അതൊക്കെ പാടി പറഞ്ഞുകൊണ്ടുമിരിക്കും. എന്നാൽ അതോടൊപ്പം കുറേ മിത്തുകൾ കൂടി പ്രചരിക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പല കണക്കുകളുടെയും യാഥാർത്ഥ്യം നമ്മളൊന്ന് പരിശോധിക്കുമ്പോഴാണ് അതിലെ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. പാടിപ്പറഞ്ഞു കേട്ട മിത്തുകളിലൊന്ന് ലയണൽ മെസ്സിയുടെ വേൾഡ് റെക്കോർഡ് 23 സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങിൻ്റേതാണ്. VRLനെതിരെ കോപ്പ ഡെൽ റേ മത്സരം 2008 അദ്ദേഹം 23 സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ നടത്തിയെന്നാണ്. അത് വേൾഡ് റെക്കോർഡാണ് എന്നാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. പക്ഷേ ഈ കോമൺ മിത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരക്കുന്ന ഈ കോമൺ മിത്തിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് യൂട്യൂബാണ്. ആരോ ഒരാൾ ലിയോ മെസ്സി 23 ഡ്രിബിളിങ്ങുകൾ ഒരു ഗെയിമിൽ നടത്തി വേൾഡ് റെക്കോർഡ് എന്ന ടൈറ്റിലും കൊടുത്ത് അത് അപ്ലോഡ് ചെയ്യുകയായിരുന്നു. പക്ഷേ ആ ഡ്രിബിളിങ്ങുകൾ ക്രിയേറ്റർ സിംപ്ലി അങ്ങ് കൗണ്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അത് റോങ് ആണ് എന്ന് പറയുന്നില്ല. ഡ്രിബിളിങ്ങുകളുടെ എണ്ണം ഒരു പക്ഷേ അത്ര തന്നെ ആയിരിക്കും. എന്നാൽ സക്സസ്ഫുൾ ഡ്രിബിളിംഗ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഒപ്റ്റയുടെ ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് സക്സസ്ഫുൾ ഡ്രിബിളിംഗ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അവിടെ വ്യത്യാസമുണ്ട് എന്ന് പറയേണ്ടി വരും. ഇപ്പം വീഡിയോ കാണുന്ന ഒരാൾക്ക്, വീഡിയോ ഉണ്ടാക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ അയാളുടെ ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് ഇത്ര ഡ്രിബിളിങ്ങുകൾ എന്നൊക്കെ പറയാം. അതിനൊന്നും തെറ്റില്ല. പക്ഷേ അത് വേൾഡ് റെക്കോർഡ് എന്ന് ക്ലെയിം ചെയ്യുമ്പോഴാണ് പ്രശ്നം. നമുക്ക് ഇപ്പോൾ AS ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഓപ്റ്റയുടെ ഭാഗത്തു നിന്നുള്ളൊരു ക്ലാരിഫിക്കേഷനുമുണ്ട്. ആ മത്സരത്തിൽ യഥാർത്ഥത്തിൽ ലിയോ മെസ്സി 24 ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ 18 എണ്ണമായിരുന്നു സക്സസ്ഫുൾ. അല്ലാതെ ഈ പ്രചരിക്കുന്ന പോലെ 23 എണ്ണമല്ല. 18 സക്സസ്ഫുൾ ഡ്രിബിളിങ്ങുകളാണ് ലിയോ മെസ്സി നടത്തിയത്. അത് മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഒരു സിംഗിൾ മാച്ചിലെ ഏറ്റവും ഉയർന്ന ഡ്രിബിളിംഗ് സക്സസ്സുമാണ് എന്നതുകൂടി മനസ്സിലാക്കുക. അതായത് മെസ്സിയുടെ കാര്യത്തിൽ അത് റെക്കോർഡാണ്. പക്ഷേ വേൾഡ് റെക്കോർഡ് എന്നുള്ള അവകാശവാദം ഉന്നയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രശ്നം. ഏതായാലും ഓപ്റ്റയും അത് കൺഫേം ചെയ്യുന്നു. മെസ്സി 18 സക്സസ്ഫുൾ ഡ്രിബിളിങ്ങുകളാണ് ആ മത്സരത്തിൽ നടത്തിയിട്ടുള്ളത്. ഇനി ക്രിസ്ത്യാനോയുടെ കാര്യത്തിലും ഇതുപോലൊരു വേൾഡ് റെക്കോർഡ് ഡ്രിബിളിങ്ങിൻ്റെ കണക്ക് ഇങ്ങനെ പ്രചരിക്കുന്നത്, അത് കുറച്ചധികം പ്രചരിക്കുന്നുണ്ട്. മെസ്സിയുടെ കാര്യത്തേക്കാൾ കൂടുതലായിട്ടത് ഗൂഗിളിലൊക്കെ നോക്കിയാലൊക്കെ വെറുതെ ഒരു കാര്യമാണ്. റൊണാൾഡോ കംപ്ലീറ്റഡ് എ വേൾഡ് റെക്കോർഡ് 20 സക്സസ്ഫുൾ ഡ്രിബിൾസ് വേഴ്സസ് ബെൻഫിക്ക ഇൻ ചാമ്പ്യൻസ് ലീഗ് ഇൻ 2006. അതാണ് ആ ഒരു കണക്ക് പറയുന്നത്. പക്ഷേ അവിടെയും ഇതുപോലെ തന്നെയുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഇത് യൂട്യൂബിൽ ഇത്തരത്തിലുള്ള വീഡിയോ ഇപ്പം മെസ്സിയുടെ കാര്യത്തിൽ വന്ന പോലെ എന്തായാലും ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതാരോ അപ്ലോഡ് ചെയ്യുന്നു. ആക്ച്വലി എങ്ങനെ ഇൻ്റർനെറ്റിലൂടെ ഒരു കാര്യം വ്യാജമായിട്ട് പടച്ചെടുക്കാം എന്നതിൻ്റെ കൃത്യമായൊരു ഉദാഹരണം കൂടിയാണ് ഇതെന്ന് പറയേണ്ടി വരും. ആരോ ഒരാൾ ഇപ്പം ദി മാച്ച് വെയർ റൊണാൾഡോ കംപ്ലീറ്റഡ് 20 ട്രിബിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. ഇത് ഇവിടെയും ഡ്രിബിളിങ്ങുകൾ കൗണ്ട് ചെയ്യുന്നു. പക്ഷേ സക്സസ്ഫുൾ ഡ്രിബിളിങ്ങുകളല്ല കൗണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇത് വലിയ രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെടുകയും ഈവൻ സ്പോർട്സ് ബൈബിൾ, ഗിവ് മീ സ്പോർട്സ് തുടങ്ങിയവരൊക്കെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് അത് യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലേഖനങ്ങൾ എഴുതുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിയാൽ ഇത്തരത്തിലുള്ള ഉത്തരം ലഭിക്കുകയും ചെയ്യും. കൂടുതൽ ഡ്രിബിളിങ്ങിൻ്റെ കണക്കിൽ ഈ ഒരു ഡ്രിബിളിങ്ങിൻ്റെ കണക്ക് വരികയും ചെയ്യും. പക്ഷേ ഓപ്റ്റ ഇത് കൃത്യമായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ആ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ 21 ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകളാണ് നടത്തിയത്. അതിൽ സക്സസ്ഫുൾ ആയത് 14 എണ്ണമാണ്. അതാണ് യാഥാർത്ഥ്യം. 14 എണ്ണമാണ് സക്സസ്ഫുൾ ആയത്. ഓപ്റ്റ മാത്രമല്ല, സോഫാ സ്കോറിൻ്റെ ഡാറ്റയിലും അത് തന്നെയാണ് പറയുന്നത്. സോ 14 സക്സസ്ഫുൾ ഡ്രിബിളിങ്ങുകളാണ് അന്ന് ക്രിസ്ത്യാനോ നടത്തിയത്. അത് നോക്കുക, ദിസ് ഈസ് ദി ഹയസ്റ്റ് ഓൺ റെക്കോർഡ് ഫോർ റൊണാൾഡോ ഇൻ എ സിംഗിൾ മാച്ച്. CR7 സംബന്ധിച്ചിടത്തോളം ഒറ്റ മത്സരത്തിൽ CR7 നടത്തിയിട്ടുള്ള ഏറ്റവും ഉയർന്ന ഡ്രിബിളിങ്ങിൻ്റെ കണക്കും അതാണ്. ആൻഡ് അമംഗ് ദി ഹയസ്റ്റ് എവർ ഇൻ ദി ചാമ്പ്യൻസ് ലീഗിലെ സക്സസ്ഫുൾ ഡ്രിബിളിങ്ങിൻ്റെ കാര്യത്തിൽ ഹയസ്റ്റ് എവറുമാണ്. അതിലൊന്നും തർക്കമില്ല. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള കണക്കുകൾ തെറ്റായിട്ടുള്ള കണക്കുകൾ. ഇങ്ങനെ ഒരുപാട് മിത്തുകളുണ്ട്. നമുക്ക് വരും എപ്പിസോഡുകളിൽ ഓരോന്നായിട്ട് എടുത്ത് പരിശോധിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.